ഹായ് ഫ്രണ്ട്സ്, ശ്രീനാഥാണ്. നിലവിൽ നമ്മൾ തിരുനെൽവേലി ജംഗ്ഷനിലാണുള്ളത്. ഇന്ന് 24 സെപ്റ്റംബറാണ്. അപ്പോൾ നമ്മുടെ തിരുനെൽവേലിയിൽ നിന്ന് ചെന്നൈക്ക് പോകുന്ന വന്ദേ ഭാരത് പുത്തൻ 20 കാർ റേക്കിലേക്ക് മാറിയിട്ടുണ്ട്. അതായത് തിരുനെൽവേലി ചെന്നൈ ആദ്യം 8 കാറായിട്ട് തുടങ്ങി. അത് കഴിഞ്ഞ് നമ്മുടെ കാസർഗോഡ് തിരുവനന്തപുരം റൂട്ടിൽ ഓടിയിരുന്ന 16 കാർ വെച്ച് പിന്നീട് റീപ്ലേസ് ചെയ്യേണ്ടായി. 16 ആയതിനു ശേഷം ഇപ്പോൾ അതിന് വീണ്ടും പുത്തൻ റേക്ക് കിട്ടിയിരിക്കുകയാണ്. പുതിയ 20 കാർ റേക്കാണ്. 90ാമത്തെ വന്ദേ ഭാരത് റേക്കാണ് ICFയിൽ നിന്ന് ഇറങ്ങിയത് ഈ റൂട്ടിലേക്ക് വന്നിരിക്കുന്നത്. പുത്തൻ സീറ്റുകളൊക്കെയാണ്, സീറ്റ് ലേഔട്ടൊക്കെ മാറിയിട്ടുണ്ട്. അപ്പം അതാണ് നിങ്ങളെ ഒന്ന് വീഡിയോ വഴി കാണിക്കാമെന്ന് ഞാനൊന്ന് വിചാരിച്ചത്. അപ്പോൾ തിരുനെൽവേലിയിൽ നിന്ന് 6:05 വണ്ടി പുറപ്പെടുക. അപ്പോൾ ഇതാണ് പുതിയ റേക്ക്. ഇൻറ്റീരിയേഴ്സൊക്കെ നല്ല മാറ്റമുണ്ട്. കുറച്ച് മുന്നോട്ട് പോയിട്ട് നമുക്ക് കോച്ചുകളിലേക്ക് ഉള്ളിലേക്ക് കയറാം. അപ്പോൾ തൽക്കാലം നമുക്ക് പുറത്തു നിന്നുള്ള കാഴ്ചകൾ കാണാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് അകത്തോട്ട് കയറി അകത്ത് വന്നിരിക്കുന്ന മാറ്റങ്ങളൊക്കെ, അതായത് സീറ്റുകളിൽ മാത്രമേ മാറ്റമുള്ളൂ, ബാക്കിയെല്ലാം പഴയ പോലെയൊക്കെ തന്നെ. അപ്പോൾ അത് നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. തിരുനെൽവേലി ജംഗ്ഷനിൽ നിന്ന് നമ്മുടെ ചെന്നൈ എഗ്മോർ വരെ മധുര ട്രിച്ചിയൊക്കെ വഴി പോകുന്നൊരു വണ്ടിയാണ്. ഇപ്പോൾ 20 കാർ റേക്കായിട്ട് മാറിയപ്പോഴേക്കും ഇതിൽ 2 എക്സിക്യൂട്ടീവ് ചെയർ കാറും അല്ലാതെയുള്ള നോർമൽ AC ചെയർ കാറുകൾ 18 എണ്ണവുമാണ് ഈ വണ്ടിയിലിപ്പം ഉള്ളത്. അപ്പോൾ പുത്തൻ റേക്കാണ് 252077, അതായത് 2025 നിർമ്മിച്ച റേക്കാണ്. അപ്പോൾ നമുക്ക് ഏകദേശം മറ്റേ എക്സിക്യൂട്ടീവ് ക്ലാസ്സിൻ്റെ അടുത്തെത്തുമ്പോഴത്തേക്ക് നമുക്ക് ഉള്ളിൽ കയറാം. അതാകുമ്പോഴത്തേക്ക് 2 കോച്ചുകളും ഒന്നിച്ച് കാണിക്കാൻ പറ്റുമല്ലോ. ഏകദേശം C11 കഴിഞ്ഞിട്ടാണ് നമ്മുടെ എക്സിക്യൂട്ടീവ് കോച്ച് വരുന്നത്. ഞാൻ രാത്രി ഇങ്ങ് വന്നു, തിരുവനന്തപുരത്തു നിന്ന് നേരെ തിരുനെല്ലിയിലേക്ക് വന്നു രാത്രിയിൽ. ഇനിയിപ്പം തിരിച്ച് അനന്തപുരിക്ക്, അതായത് ഈ വണ്ടി 6:05 വിടുമല്ലോ, 6:05 തന്നെ നമ്മുടെ അനന്തപുരിയും വരും. അപ്പോൾ അനന്തപുരിയിൽ തിരിച്ച് വീട്ടിലേക്ക് പോകാനാണ് പ്ലാന്. അപ്പോൾ ഇനി ബാക്കി നമുക്ക് കോച്ചിനകത്തെ കാഴ്ചകൾ കാണാം. അപ്പോൾ ഇതാണ് ഒരു നോർമൽ AC ചെയർ കാറിൻ്റെ സീറ്റുകളെന്ന് പറയുന്നത്. പുറത്തു നിന്നുള്ള കാഴ്ചയാണ്. അപ്പോൾ ഈ ഒരു കാഴ്ച നിങ്ങളെ കാണിച്ചിട്ട് അടുത്ത കോച്ച് എത്തുമ്പോഴത്തേക്ക് എക്സിക്യൂട്ടീവ് കോച്ചാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അകത്തേക്ക് കയറാമെന്ന് വിചാരിച്ചു. ഇതാണ് എക്സിക്യൂട്ടീവ് ക്ലാസ് കോച്ചുകൾ. അതിൻ്റെ സീറ്റുകളൊക്കെ കാണാം നിങ്ങൾക്ക്. പുതിയ ടൈപ്പ് ഓഫ് സീറ്റ്സാണ്. ചാർജിങ് സ്ലോട്ട്സൊക്കെ നമ്മുടെ ആംറസ്റ്റിൻ്റെയൊക്കെ അടിയിലായിട്ട് വരും. അപ്പോൾ അങ്ങനെ കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങളൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. നമുക്ക് ആ കോച്ചിൻ്റെ ഉള്ളിലേക്ക് കയറാം. ഇവിടെ താഴെയായിട്ടാണ് നമ്മുടെ ചാർജിങ് സ്ലോട്ട്സൊക്കെ വരുന്നത്. ഇതാണ് ഉള്ളിലെ കാഴ്ച. അപ്പോൾ ഇതാണ് നമ്മുടെ നോർമൽ AC ചെയർ കാർ. അപ്പോൾ നോർമൽ AC ചെയർ കാർ ആകുമ്പോഴത്തേക്കും ഇവിടെ ആയിട്ടായിരിക്കും നമ്മുടെ ചാർജിങ് സ്ലോട്ട്സൊക്കെ വരുന്നത്. പിന്നെ സീറ്റുകളൊക്കെ പുറകോട്ടാക്കാനുള്ള ബട്ടൺ ഇതാണ്. പിന്നെ ഇതൊരു നമുക്ക് എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഹാങ് ചെയ്യണമെങ്കിൽ അതിനുള്ളൊരു സെറ്റപ്പാണ്. ഇതാണ് ട്രേ ഒക്കെ. മറ്റേ കോച്ചിലെ ട്രേ ഞാൻ കാണിച്ചില്ല, അത് ഞാൻ ഒന്നുകൂടെ അവിടെ പോയി കാണിക്കാം. പിന്നെ മാഗസീൻ ഹോൾഡേഴ്സ്,
നമ്മുടെ ചാർജിങ് സ്ലോട്ട്സൊക്കെ അവിടെ ഉണ്ട്. ഇന്ന കോച്ച്. അപ്പോൾ ഇത് എക്സിക്യൂട്ടീവ് ചെയർ കാറിൽ ട്രേ ഇങ്ങനെയാണ് എടുക്കുക. ഇതാണ് എക്സിക്യൂട്ടീവ് ചെയർ കാറിലെ ട്രേ. ഫുഡൊക്കെ കഴിക്കാനായിട്ട് തിരിച്ചിതുപോലെ മടക്കി വെക്കാം. പിന്നെ ചാർജിങ് സ്ലോട്ട്സൊക്കെ ഇവിടെ താഴെയാണ് വരിക. നമ്മുടെ പുഷ് ബാക്ക് ആക്കാനുള്ള സ്വിച്ചാണ് ഈ കാണുന്നത്. നമുക്ക് ഇതുപോലെ പ്രസ് ചെയ്ത് കറക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സീറ്റിനെ ഇതുപോലെ തിരിച്ച് ആക്കാൻ പറ്റും. തിരിച്ച് ഫേസ് ടു ഫേസ് ഇരിക്കാം. അതേപോലെ തിരിച്ച് നമുക്ക് വിൻഡോ ഫേസ് ചെയ്തിരിക്കണമെങ്കിൽ വിൻഡോ ഫേസ് ചെയ്തിരിക്കാം. ഇല്ലയെന്നുണ്ടെങ്കിൽ തിരിച്ച് നേരെ തന്നെ വെക്കാം. ഇതാണ് എക്സിക്യൂട്ടീവ് ചെയർ കാറിൽ കാഴ്ച. അപ്പോൾ നമ്മുടെ ചെന്നൈ എഗ്മോറിലേക്കുള്ള തിരുനെൽവേലിയിൽ നിന്നുള്ള വന്ദേ ഭാരത് തയ്യാറായിരിക്കുകയാണ്. ആദ്യത്തെ യാത്ര പുറപ്പെടാൻ വേണ്ടിയിട്ട് 6:05 വണ്ടി ഇവിടുന്ന് പുറപ്പെടും. എനിക്ക് പോകേണ്ട വണ്ടി അവിടെ 3ാമത്തെ പ്ലാറ്റ്ഫോമിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ അനന്തപുരിയാണ്. അനന്തപുരി 6:10 നമ്മുടെ വന്ദേ ഭാരത് 6:05 പുറപ്പെടുന്നത്. ഇതെടുക്കുന്നു, എടുത്തിട്ട് നേരെ അതിലോട്ട് പോയി കയറുന്നു. അതാണ് നിലവിലെ പ്ലാന്. അപ്പോൾ എന്തായാലും ഇതാണ് വണ്ടിയുടെ കാഴ്ചകൾ. അപ്പോൾ ഈ ഒരു കാഴ്ചകൾ നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ വണ്ടി പുറപ്പെടുന്ന ആ ഒരു ഇതും കൂടെ എടുത്തിട്ട് നമുക്ക് നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ചെറിയൊരു വീഡിയോ ആയിരുന്നു. ഈ ഒരു വന്ന മാറ്റം നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ താങ്ക് യു ആൻഡ് ബൈ ഫ്രം ശ്രീനാഥ്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ തീർച്ചയായും അറിയിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.